ജനവാസ മേഖലയിൽ ഒരു ആന ഇറങ്ങി അതിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് നമ്മളെല്ലാവരും കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇത് വയനാട്ടിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം കാരണം ആയിരക്കണക്കിന് കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് എനിക്കറിയാം. ഇന്നലെ മിനിയാന്ന് വീട്ടുമുറ്റത്ത് ഇട്ട് ഒരു മനുഷ്യനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ദൃശ്യം അത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഏതാണ്ട് 10 ദിവസം മുമ്പാണ് ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ 909 പേർ കൊല്ലപ്പെട്ടു എന്നാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വെച്ചിട്ടുള്ള കണക്കുകൾ പറയുന്നത്. ഈ കൊലയാളിയായിട്ടുള്ള ആന ഇങ്ങനെ കറങ്ങി നടക്കുന്നു എന്ന് അത് വനം വകുപ്പിന് അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. ഇപ്പോൾ ഈ കറങ്ങി നടക്കുന്ന ആന കർണാടക സർക്കാർ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ആനയാണ്. അപ്പോൾ ആ ആന ഏത് പ്രദേശത്താണ് സഞ്ചരിക്കുന്നത്, എങ്ങോട്ടേക്കാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഈ വിവരങ്ങൾ ഒക്കെ സർക്കാരിനറിയാം. പക്ഷേ നമ്മുടെ വനം വകുപ്പ് മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആനയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നാണോ ധരിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള യാതൊരു ധാരണയുമില്ലാത്ത മന്ത്രിമാർ, സാമ്പത്തിക മേഖലയെക്കുറിച്ച് അറിയാത്ത ഒരാൾ ധനകാര്യ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്നു. കേരളത്തിന് എത്ര കടം കിട്ടാനുണ്ട്, കേരളത്തിന് കണക്ക് കൊടുക്കാനുണ്ടോ, കേരളം കൊടുത്ത കണക്കിൻ്റെ അനുസരിച്ചിട്ടുള്ളതാണോ പണം കിട്ടിയിട്ടുള്ളത്, കിട്ടാത്തത്, ഇതിനറിയാത്ത ഒരാൾ ധനകാര്യ വകുപ്പ്. വനം വകുപ്പിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ഒരു മന്ത്രി വനം വകുപ്പിൻ്റെ ചുമതല. മന്ത്രിയുടെ ജോലി ഓരോ ദിവസവും മണിക്കൂർ കണക്കാക്കിയിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ട് ആന ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു എന്നുള്ള വിവരം കൊടുക്കലല്ല, പകരം ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ മരിച്ച അജീഷിൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ മന്ത്രിയെ പുറത്താക്കണം എന്നാണ്. കാരണം ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ ജനങ്ങളുടെ നികുതിദായകരുടെ പണം നഷ്ടപ്പെടുന്നതെങ്കിലും ഒഴിവായി കിട്ടും. ഈ മന്ത്രി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ജനങ്ങൾക്കുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രിയെ നികുതിദായകരുടെ പണം കൊണ്ട് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ വന്യമൃഗശല്യം നേരിടാൻ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം, ആ പണം എന്ത് ചെയ്തു എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. പ്രൊജക്റ്റ് എലിഫന്റ് എന്നുള്ള പേരുള്ള ഒരു പദ്ധതി പ്രത്യേകിച്ച് ആനയും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനും 2 ജീവിവർഗങ്ങളുടെയും താല്പര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് എലിഫന്റ്. ആ പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് എത്ര സ്ഥലങ്ങളിൽ വൈദ്യുതി വേലി കെട്ടി, എത്ര സ്ഥലങ്ങളിൽ കിടങ്ങു കുഴിച്ചു, വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് തീറ്റ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ സർക്കാർ വിശദീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നീക്കം, ആ നീക്കത്തിൻ്റെ കാര്യത്തിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഏകോപനത്തിലുള്ള നടപടികൾ, ആ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടായിട്ടുള്ളത്? ഈ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഈ കഴിഞ്ഞ 7-ാം തീയതിയാണ് പറഞ്ഞത് കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ഒക്കെ ആ അതിർത്തിയിൽ നിന്ന് ഈ ആന ഇങ്ങനെ കറങ്ങി നടക്കുന്നു.
രണ്ട് സംസ്ഥാനത്തെയും വനമന്ത്രിമാർ മോദിക്കെതിരെ സമരം ചെയ്യാൻ 7-8 തീയതികൾ ഡൽഹിയിലുണ്ടായിരുന്നു. നമ്മുടെ ഈ ശശീന്ദ്രൻ മന്ത്രിക്ക് ഒന്ന് കർണാടക ഭവൻ വരെ പോയി, ഡൽഹിയിലെ കർണാടക ഭവൻ വരെ പോയി അവിടെ കർണാടകത്തിലെ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് പറയാൻ എന്താ തോന്നാതിരുന്നത്? മോദിക്കെതിരായിട്ട് മാത്രം സമരം ചെയ്യാൻ ഡൽഹി പോകുന്നതിന് പകരം കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികൾ എന്തുകൊണ്ട് ഈ CPM സർക്കാരിൻ്റെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല?